ഹായ് ഓൾ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഇതാ നല്ല അടിപൊളി ഒരു പാലപ്പം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വെള്ളപ്പം എന്ന് പറയും, പാലപ്പം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ റെസിപ്പി നല്ല പെർഫെക്റ്റ് 100% ഷുവറായിട്ടും ഫെയിൽ അല്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇനി മുതൽ നല്ല ഒന്നാം തരം വെള്ളപ്പം ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് 4 കപ്പ് പച്ചരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ 4 കപ്പാണ്. അപ്പോൾ ഈ കപ്പ് അളവില്ലെങ്കിൽ പകരം ഗ്ലാസ്സിന് എടുത്താലും മതി കേട്ടോ. അപ്പോൾ 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വലിയൊരു സ്പൂണിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 സ്പൂണാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ളൊരു അളവിനിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതാ 1 സ്പൂണ് ഈസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രഷ് ആയിട്ട് പുതിയത് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ അടുത്തത് ഞാൻ ചോറ് ഇതിലിട്ടിരുന്നു. ചോറിട്ടപ്പോൾ അത് ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ. ക്യാമറ നിർഭാഗ്യവശാൽ ഓഫായിരുന്നു. അപ്പോൾ 1/4 കപ്പ് ചോറും കൂടെ ചേർത്തു. അതിൻ്റെ ശേഷം ഇതാ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. പ്രധാനപ്പെട്ട ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് തേങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം 1/4 കപ്പ് ഉണ്ട്. അത് സ്കിപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കാരണം കുഴപ്പമില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, അത്ര മാത്രം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലിട്ട എല്ലാ ഐറ്റംസും ഒരുപോലെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതാ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചാൽ കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. അരിൻ്റെ കുറച്ച് ഭാഗം മേലെ മാത്രം ഇങ്ങനെ നിൽക്കുന്ന പോലെ വെള്ളം കേട്ടോ. കാരണം അരി കുറേ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഇതിലെ വെള്ളം വറ്റി വരുന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കേണ്ടത് രാത്രിയാണ്. രാവിലെയാണ് കടി ഉണ്ടാക്കുന്നത് വെച്ചാൽ അരി ഇങ്ങനെ എല്ലാ സെറ്റപ്പും ആക്കി വെക്കേണ്ടത് രാത്രിയാണ്. ഞാനിപ്പോൾ രാത്രി ഒരു 10 മണി ആയപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ഘട്ടം പൂർത്തിയായിട്ടോ. ഇനി ഇത് മൂടിയിട്ട് വെക്കുക. പിന്നെ ഇനിയിപ്പോൾ വേറെ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള, അതവിടെ മൂടി വെക്കുക. രാവിലെ അതിൻ്റെ ശേഷം ബാക്കി കാണാം. അപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്നില്ല, ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈസ്റ്റൊക്കെ പുതിയതാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ അരിയും സംഭവമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു കൂട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഏകദേശം ഒരു ഐഡിയക്ക് വേണം നമ്മൾ രാത്രി എന്ത് ചെയ്യാൻ, അരിയിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ. ഏകദേശം നമുക്കറിയാമല്ലോ മാവ് ഏതൊരു പരുവത്തിലാണ് വേണ്ടതെന്ന്. ഓട്ടടക്കൊക്കെ ഉള്ള പോലെ വെള്ളപ്പത്തിനൊരു കുറുകിയ മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇതന്നെ എടുത്ത് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അരച്ചിട്ട് ബാക്കി കാണാം. അങ്ങനെ മുഴുവനായും അരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരന്നൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ചൂടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇട്ടാൽ നമ്മളെ കൈ പൊള്ളാത്ത ഒരു ചൂട് തട്ടി, ഭയങ്കര ഒരു ഓവർ ചൂടല്ലാത്ത ഒരു ചൂടുണ്ടല്ലോ, ആ പാകത്തിൽ ചൂടാക്കുക. ആ വെള്ളത്തിലേക്ക് ഇതാ ഈ അരച്ച മാവ് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി നിൽക്കണം. എന്നിട്ട് ശേഷം മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കടി ഉണ്ടാക്കാൻ പോണതിൻ്റെ 1 മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. കറക്റ്റ് 1 മണിക്കൂർ മുന്നേ ചെയ്യണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ എടുക്കുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ, ഒരിക്കലും ചൂട് കൂടി തിളച്ച വെള്ളമൊന്നും അല്ലാതിരിക്കുക കേട്ടോ. കാരണം ഈ മാവ് പിന്നെ കുറുക്കാക്കി കഴിക്കാനേ പറ്റുള്ളൂ. കാരണം ഒരപ്പവും ചൂടാൻ പറ്റില്ല. അപ്പം നമ്മൾ കൈ പൊള്ളാത്ത അത്ര ചൂട് എന്ന് പറഞ്ഞാൽ ആ ഒരു പാകത്തിന് വെക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് മാവ് നമ്മളെ പെർഫെക്റ്റ് സ്റ്റൈലിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം 1 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് ഉള്ളത് എന്ന് ഞാൻ കാണിക്കാം. പിന്നെ ഇത് ഓവറായിട്ട് ഇങ്ങനെ പൊങ്ങി പതഞ്ഞ് വരുമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ മാവിന് പുളി എന്ന് പറയുന്ന ഒരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് അരച്ചാലും മതി, പുളിക്കാത്ത മാവ് കിട്ടുകയും ചെയ്യും. പിന്നെ തലേ ദിവസം നമ്മൾ അരച്ച് വെക്കുന്ന സമയത്താണെങ്കിൽ ചില സമയം വിരുന്നാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അരച്ച് വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും പൊന്തി വരില്ല കേട്ടോ. എന്നിട്ട് അപ്പം വെച്ചിട്ട് പണിയാവും, പിന്നെ വേറെ കടി ഉണ്ടാക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ ടെൻഷനൊന്നുമില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് പതിഞ്ഞ് വരും, അത് ഷുവറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനും കാറ്ററിങ്ങിൽ ഇങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് സെയിൽ ചെയ്ത് പോകുന്നതിൽ ഏറ്റവും മൂവിങ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നമ്മളെ വെള്ളയപ്പം. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ശേഷം ഇതാ ഈ അവസ്ഥയിലാണ് മാവിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചുടുന്നതിനനുസരിച്ച് ഈ വെള്ളത്തിൽ നിന്ന് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
പിന്നെ അതുപോലെ കുറേ സമയം കഴിയുമ്പോൾ ഈ വെള്ളം ചൂട് പോയോ നോക്കുക, കൈയിട്ട് ചൂട് പോയോ നോക്കുക. അങ്ങനെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം മാവ് അതിലേക്ക് തന്നെ ഇറക്കി വെക്കുക കേട്ടോ. അങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതാ ഫസ്റ്റത്തെ കടി ഞാൻ ഇതാ ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഞാൻ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കടിയൊക്കെ ചുട്ട് ഒരു 5-6 കടിയൊക്കെ ഉണ്ടാക്കി നല്ല പതഞ്ഞൊക്കെ വന്ന് അതുപോലെ തന്നെ നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ അടിഭാഗത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര ഉറപ്പായി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളം ചൂട് തണിയുന്ന സമയത്ത് വീണ്ടും വെള്ളം ചൂടാക്കി അതിലേക്ക് തന്നെ ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആവും. അതുകൊണ്ട് ഇതുവരെ വെള്ളപ്പം ശരിയാവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിയിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ ഈ റെസിപ്പി ഇടുമോ എന്ന് ചോദിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിട്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.